30 വർഷത്തെ സേവന പാരമ്പര്യവുമായി നമ്മുടെ സ്വന്തം ജയലക്ഷ്മി പഴയന്നൂരിൽ നമുക്കാവശ്യമുള്ള സ്റ്റീൽ ഫർണിച്ചറുകൾ, വുഡൻ ഫർണിച്ചറുകൾ, ബെഡുകൾ, ഹോം അപ്ലയൻസസ്, സ്പോർട്സ് ഗുഡ്സ്, ബേബി ഐറ്റംസ് മുതലായവ ഏറ്റവും നല്ല ഗുണമേന്മയിൽ ഏറ്റവും പുതിയ വെറൈറ്റി മോഡലുകളോടുകൂടി നമ്മുടെ സ്വന്തം ജയലക്ഷ്മിയിൽ ലഭിക്കുന്നു. ജയലക്ഷ്മി ഫർണിച്ചർ, ഹോം അപ്ലയൻസസ് ആൻഡ് സ്പോർട്സ് ഗുഡ്സ്, മെയിൻ റോഡ്, പഴയന്നൂർ. മഞ്ഞപ്പിത്തം പടരുന്ന സാഹചര്യത്തിൽ പാഞ്ഞാൽ പഞ്ചായത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. ഒലിപ്പാറ ഉന്നതിയിൽ 9 വീടുകളിലും ശ്രീകൃഷ്ണപുരത്തും രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പാഞ്ഞാൽ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം വ്യാപകമായി പടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഒലിപ്പാറ ഉന്നതിയിലെ 9 വീടുകളിലും ശ്രീപുഷ്കരം പ്രദേശത്തെ 2 പേർക്കുമാണ് നിലവിൽ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒലിപ്പാറ ഉന്നതിയിൽ മഞ്ഞപ്പിത്തം പടർന്നത് ഒരു സ്വകാര്യ കിണറിലെ വെള്ളം ഉപയോഗിച്ചതിലൂടെയാണെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്ത ഉടൻ തന്നെ ആരോഗ്യവകുപ്പ് കിണർ ക്ലോറിനേറ്റ് ചെയ്യുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ രോഗം കൂടുതൽ പേരിലേക്ക് പടർന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. രോഗവ്യാപനം തടയുന്നതിനായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഒലിപ്പാറ ഉന്നതിയിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. രോഗലക്ഷണങ്ങളുള്ള 21 പേരുടെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ക്യാമ്പിന് ഡോക്ടർ ഗൗതമന്റെ നേതൃത്വത്തിൽ ഡോക്ടർമാരായ ദിവ്യ കെ, മനോഹർ ബാബു എന്നിവരുൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർ നേതൃത്വം നൽകി. ഓണാഘോഷവേളയിൽ ഒലിപ്പാറ ഉന്നതി സന്ദർശിച്ച ചേലക്കര പഞ്ചായത്തിലെ തോന്നൂർക്കര ഭാഗത്തുള്ളവരും ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ചേലക്കര പഞ്ചായത്തിനും പ്രത്യേക സുരക്ഷാ മുൻകരുതൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതേസമയം ശ്രീപുഷ്കരത്ത് രോഗം ബാധിച്ചവർ ചെറുതുരുത്തിയിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചതാണ് രോഗകാരണമെന്നാണ് ആരോഗ്യവകുപ്പ് സംശയിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണം നടന്നുവരികയാണ്. CCV ന്യൂസ്, പാഞ്ഞാൾ.